ബക്കർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബക്കറിനെ. വളരെ സ്നേഹമാണ്, വളരെ ഫ്രണ്ട്ലിയാണ് എൻ്റെ അടുത്ത്. വളരെ അങ്ങനത്തെ ഒരു അപൂർവ വ്യക്തിത്വമാണ് അദ്ദേഹമൊക്കെ. ഞാൻ അങ്ങനെ കാണും. അല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ കാലം ചിലവഴിക്കുകയൊന്നും ചെയ്തില്ല. ഉള്ള സമയം അദ്ദേഹം എനിക്ക് തന്ന ഒരു പ്രകാശമുണ്ട് ബക്കർ. അദ്ദേഹം ചിരി എന്നെ ഭയങ്കര രസമാണ്. ആ പ്രകാശം അത് അസാധ്യമായ സംഗതിയാണ്. പിന്നെ ബക്കർ ഒരു ദിവസം എൻ്റെ കൂടെ എന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നിരുന്നു, കോഴിക്കോട്. ബക്കർ എനിക്കൊരു പടം ഓഫർ ചെയ്തിട്ട് വന്നായിരുന്നു. ബക്കറിന് വന്ന പടം ബക്കർ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. ഇത് ആർക്കെങ്കിലും അറിയോ? കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വേണ്ട, അത് അദ്ദേഹത്തിനെ ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ ആ വന്ന വരവ് അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വന്ന വരവും അദ്ദേഹത്തിനൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ബക്കർ എങ്ങനെ കോഴിക്കോട് ചേവായൂരുള്ള എൻ്റെ വീട്ടിൽ എത്തിയെന്നൊന്നും പോലും എനിക്കറിയില്ല. ഒരു നല്ലാത്തൊരു മനുഷ്യൻ. ഞാൻ അങ്ങനെ പറയുന്നത് വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്കെച്ച് തന്നെ അങ്ങനെയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം ഒരു സാധാരണ പ്രൊഡക്ഷൻ ബോയ് ആയി തുടങ്ങി. എനിക്ക് അദ്ദേഹത്തെ പറ്റി അധികം ഒന്നും അറിയില്ല, അധികം വായിച്ചിട്ടും ഇല്ല അദ്ദേഹത്തെ കുറിച്ച്. പക്ഷെ അതിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് മണിമുഴക്കൊക്കെ ഒന്ന് പടമൊക്കെ ഞാൻ വളരെയേറെ പ്രവർത്തനങ്ങളുണ്ട്. കോളേജ് പഠിക്കുമ്പോഴും അതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അത് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. അതുകൊണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് എനിക്ക് മനുഷ്യരുടെ ഒരു അതെ, എനിക്ക് ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ ഉത്തുംഗരായ ആൾക്കാർ. അതെങ്ങനെ എന്തൊരു ഭാഗ്യം.